ഈ കഥയുടെ തുടക്കത്തില് ഒരു ചെറിയ പയ്യനെയാണ് കാണിക്കുന്നത്. അവനിപ്പം ഒരു എയർപോർട്ടിൽ നിൽക്കുകയാണ്. ഈ സമയം അവൻ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട്. അതായത് മുടി വളർത്തിയ ഒരാൾ അതിലെ നടന്നു പോവാണ്. പെട്ടെന്ന് ആരോ അയാളെ ഷൂട്ട് ചെയ്തു. ഇത് കണ്ട് ഒരു ലേഡി അയാളുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വരാണ്. ഇപ്പൊ നമ്മൾ ഈ കണ്ട ഈ വിഷ്വൽസ് ഉണ്ടല്ലോ, ഈ കഥയിലെ നായകൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു സ്വപ്നമാണിത്. നായകന്റെ പേര് ജെയിംസ് കോൾ എന്നാണ്. വർഷം 2035 1996-97 കാലഘട്ടങ്ങളിൽ ഒരു വൈറസ് സ്പ്രെഡായി. അത് കാരണം ഭൂമിയിലെ മില്യൺ കണക്കിന് ആൾക്കാരാണ് മരിച്ചത്. മാത്രമല്ല ഭൂമിയുടെ ഉപരിതലത്തിൽ ജീവിക്കാന്ന് പറയുന്നത് ദുഷ്കരമാണെന്നല്ല, പറ്റത്തില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പം അണ്ടർഗ്രൗണ്ടിലാണ് താമസിക്കുന്നത്. ഇപ്പൊ ഫിലാഡൽഫിയ സിറ്റിയുടെ അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു ജയിലിലാണ് ഈ ജെയിംസ് കോൾ ഉള്ളത്. അവൻ ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ അവന്റെ തൊട്ടപ്പുറത്തുള്ള കൂട്ടില് അവന്റെ ഒരു ഫ്രണ്ടും കിടക്കുന്നുണ്ട്. ഇവന്റെ പേര് ഹോസെ എന്നാണ്. ഈ ജയിലിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു സംഭവം നടക്കാറുണ്ട്. അതായത് അവർ ചില ആളുകളെ പിടിച്ചിട്ട് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് അയക്കും. ഇന്നത്തെ ദിവസം അവർ കോളിനെയും സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉടനെ തന്നെ അവർ കോളിന് അയാളുടെ സെല്ലിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ചില പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നടത്താനുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ അവർ കോളിന്റെ ശരീരത്തിൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രത്യേക സ്യൂട്ടൊക്കെ ധരിച്ചിട്ടാണ് അവൻ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് എത്തുന്നത്. അവന്റെ കയ്യിൽ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. അതും നോക്കിയിട്ടാണ് അവൻ മുന്നോട്ട് നടക്കുന്നത്. അങ്ങനെ കുറച്ച് നടന്നൊരു സ്ഥലത്തെത്തുമ്പോൾ അവൻ അതിലെ പോകുന്ന ഒരു പാറ്റയെ കണ്ടു. അവൻ വേഗം തന്നെ അതിനെ പിടിച്ചിട്ട് ഒരു കുപ്പിയിൽ അടയ്ക്കുകയും ചെയ്തു. ഈ സമയത്താണ് അവൻ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. അതൊരു കരടിയായിരുന്നു. ഇപ്പൊ ഭൂമിയുടെ ഉപരിതലത്തിൽ മനുഷ്യരൊന്നും ജീവിക്കാനില്ലാത്തതുകൊണ്ട് മൃഗങ്ങളാണ് അവിടെ വാഴുന്നത്. എന്നാൽ ഈ കരടി കോളിനൊന്നും ചെയ്യുന്നില്ല. അത് അവിടെ നിന്നൊന്ന് അലറിയതിനു ശേഷം വേഗം അവിടെ നിന്ന് ഓടിപ്പോവാണ്. അങ്ങനെ കോള് പിന്നെയും മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അടുത്തതായിട്ട് അവനൊരു ബിൽഡിങ്ങിന്റെ അകത്തേക്കാണ് കയറുന്നത്. ഈ സമയം അവനൊരു എട്ടുകാലിയെ കാണുന്നുണ്ട്. നേരത്തെ ആ പാറ്റയെ പിടിച്ച പോലെ തന്നെ അവൻ ഈ എട്ടുകാലിയെയും പിടിച്ചിട്ട് ഒരു കുപ്പിയിൽ അടയ്ക്കുകയാണ്. അങ്ങനെ പിന്നെയും നടന്ന് അവൻ ആ മാപ്പിൽ പറഞ്ഞ സ്ഥലത്തെത്തി. അവൻ അവിടെ ഇരുന്നിട്ട് അവിടെ മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി. ഈ സമയം അവൻ വലിയൊരു ബാനർ കാണുന്നുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് വി ഡിഡ് ഇറ്റ് എന്നാണ്. ഞങ്ങൾ അത് ചെയ്തു. ആ എഴുതിയതിന്റെ മുകളിലായിട്ട് ഒരു എംബ്ലം ഉണ്ട്. ഇത് ആർമി ഓഫ് 12 മങ്കീസ് എന്നൊരു ഗ്രൂപ്പിന്റെ എംബ്ലമാണ്. അവൻ അതിലേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്നൊരു അലർച്ച കേൾക്കുന്നത്. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു സിംഹമായിരുന്നു. അത് അവിടെയുള്ള ഒരു ബിൽഡിങ്ങിന്റെ മുകളിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഉപരിതലത്തിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് അണ്ടർഗ്രൗണ്ടിലേക്ക് എത്തി. ഇപ്പൊ 2 പോലീസുകാര് അവരെ കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് കുറെ സയന്റിസ്റ്റുകൾ ഇരിക്കുന്ന റൂമിലേക്കാണ്. അങ്ങനെ അവരുടെ മുന്നിൽ എത്തിയതിനു ശേഷം അവൻ ചെയ്ത കുറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെ ആ പോലീസുകാർ അവരുടെ അടുത്ത് പറയാൻ തുടങ്ങി. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പോലീസുകാർ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഈ സമയം സയന്റിസ്റ്റുകൾ അവനോട് അവിടെ വെച്ചിരിക്കുന്ന ചെയറിൽ ഇരിക്കാൻ പറയാണ്. അവൻ ആ ചെയറിൽ ചെന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ അതിങ്ങനെ മുകളിലേക്ക് പൊങ്ങിപ്പോയി. ഈ സമയം സയന്റിസ്റ്റുകൾ അവന്റെ അടുത്ത് ഒരു പ്രത്യേക കാര്യം പറയാണ്. കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ കോൾ, നിങ്ങൾ നല്ലൊരു ഒബ്സർവർ ആണ്. മാത്രമല്ല നിങ്ങളുടെ മനസ്സ് ഭയങ്കര സ്ട്രോങ്ങുമാണ്. അതുകൊണ്ട് തന്നെ നിന്നെ ഞങ്ങൾ ഒരു പ്രോഗ്രാമിലേക്ക് ഇപ്പൊ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതായത് നമ്മൾ മാനവരാശിയെ മൊത്തത്തിൽ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ പുതിയതായിട്ട് കണ്ടുപിടിച്ചൊരു പ്രോഗ്രാം. അതൊരു ടൈം ട്രാവലാണ്. നിന്നെ പോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആ ടൈം ട്രാവൽ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഈ ഒരു കാര്യത്തിൽ നീ ഞങ്ങളുമായിട്ട് സഹകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ മേലെ ചുമഴ്ത്തിയിരിക്കുന്ന മുഴുവൻ കുറ്റങ്ങളും ഞങ്ങൾ ഒഴിവാക്കി തരാം എന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. അവനാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഉടനെ തന്നെ അവനെ പാസ്റ്റിലേക്ക് അയക്കുകയാണ്. എന്നാൽ പാസ്റ്റിൽ എത്തി അവന് ബോധം വരുമ്പോൾ അവനൊരു ജയിലിനകത്താണ്. അതായത് അവൻ പാസ്റ്റിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു പോലീസുകാരനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. മാത്രമല്ല വളരെ ഭ്രാന്തമായിട്ടുള്ള രീതിയിലാണ് അവൻ പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതുമല്ല. അതുകൊണ്ടാണ് അവരിപ്പോൾ അവനെ ജയിലിലിട്ട് പൂട്ടിയിരിക്കുന്നത്. മാത്രമല്ല ഒരു സൈക്യാട്രിസ്റ്റിനെയും ആ പോലീസുകാർ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ഈ സൈക്യാട്രിസ്റ്റിന്റെ പേര് കാത്തറീൻ റെയ്ലി എന്നാണ്. അങ്ങനെ അവൾ അവന്റെ സെല്ലിലേക്ക് വന്നിട്ട് അവനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. പരിചയപ്പെടലൊക്കെ കഴിഞ്ഞപ്പോൾ കോൾ ആദ്യം അവളുടെ അടുത്ത് ചോദിക്കുന്നത് ഇത് ഏത് വർഷമാണെന്നാണ്. എന്നാൽ അതിന് അവള് മറുപടി പറഞ്ഞു കേട്ടപ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയി. അവനിപ്പോൾ നിൽക്കുന്നത് വർഷം 1990-ലാണ്. എന്നാൽ അവന് പോവേണ്ടിയിരുന്നത് വർഷം 1996-ലേക്കാണ്. അവിടെയാണ് അവന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉള്ളത്. അതായത് സയന്റിസ്റ്റുകൾക്ക് തെറ്റുപറ്റി. ആ കാര്യം ഇപ്പൊ അവന് മനസ്സിലായി. ഈ സമയം അവൻ റെയിലിയുടെ അടുത്ത് ചോദിക്കുന്നത് എനിക്കൊരു കോള് ചെയ്യാൻ പറ്റുമെന്നാണ്. എന്നാൽ അവൾ അതിന് സമ്മതിച്ചില്ല. മാത്രമല്ല അവന് ഭ്രാന്തുണ്ട് എന്ന് വിധി എഴുതിയിട്ട് പോലീസുകാർ അവനൊരു ഭ്രാന്താശുപത്രിയിലേക്ക് അയക്കുകയാണ്. അങ്ങനെ ഭ്രാന്താശുപത്രിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവൻ അവിടെയുള്ള ഒരു ഇൻമേറ്റിനെ പരിചയപ്പെടുന്നുണ്ട്. ഇവന്റെ പേര് ജെഫ്രി ഗോയിൻസ് എന്നാണ്. മുഴുവട്ടനാണ്. ഏത് സമയവും ഭ്രാന്തമായിട്ടുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ആ സംസാരത്തിൽ അവൻ ഭയങ്കര ബുദ്ധിശാലിയാണ് എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലാക്കാം. ഈ സമയം കോൾ അവന്റെ അടുത്തും ചോദിക്കുന്നത് എനിക്കൊരു കോള് ചെയ്യാൻ പറ്റുമെന്നാണ്. എന്നാൽ ജെഫ്രി പറയുന്നത് കോള് ചെയ്യാനോ, അതൊക്കെ ഔട്ട്സൈഡിലുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ, നമുക്കതൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്താൽ ഡോക്ടർ വഴക്ക് പറയും എന്നാണ് ജെഫ്രി അതിന് മറുപടി പറയുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവന്റെ പ്രശ്നം എന്താണെന്ന് അറിയാൻ വേണ്ടി കുറച്ച് ഡോക്ടേഴ്സ് ഇരിക്കുന്ന ഒരു റൂമിലേക്ക് അവനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ റെയിലി ഇരിക്കുന്നുണ്ട്. അങ്ങനെ കോൾ ആ ഡോക്ടേഴ്സിന്റെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. നോക്കൂ ഡോക്ടർ, എനിക്കറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് മനസ്സിലാവത്തില്ല. എങ്കിലും ഞാൻ ചുരുക്കി പറയാം. ഞാനൊരു ടൈം ട്രാവലറാണ്. 2035 നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. വർഷം 1996-97 ആകുമ്പോൾ ഭൂമിയിൽ ഒരു വൈറസ് സ്പ്രെഡ് ആവും. 5 ബില്യൺ ആൾക്കാരാണ് അതിൽ മരിക്കാൻ പോകുന്നത്.
അതായത് എൻറ്റയർ പോപ്പുലേഷന്റെ ഏകദേശം 99%. 1% മനുഷ്യർ മാത്രമാണ് അതിജീവിക്കുന്നത്. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാൻ. പക്ഷെ ഇത് ഓൾറെഡി ഫ്യൂച്ചറിൽ സംഭവിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സംഭവത്തിൽ ഒരു മാറ്റവും വരുത്താൻ സാധിക്കത്തില്ല. പക്ഷെ ഫ്യൂച്ചറിൽ ജീവിക്കുന്ന ആൾക്കാരുടെ അവസ്ഥയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ടൈം ട്രാവൽ ചെയ്ത് ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. അതായത് എനിക്ക് ചില ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ വൈറസിനെ സ്പ്രെഡ് ചെയ്തത് ആർമി ഓഫ് 12 മങ്കീസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ്. ആ ഒരു പേര് ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവത്തില്ല. കാരണം അവർ ആക്റ്റീവ് ആവുന്നത് 1996-ലാണ്. ആ വൈറസിന്റെ ഒറിജിൻ എവിടെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് ഫ്യൂച്ചറിലുള്ള ചില സയന്റിസ്റ്റുകൾക്ക് അയച്ചു കൊടുക്കണം. അതാണ് എന്റെ മിഷൻ. ഈ ഒരു കാര്യത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റൂ. എന്നെ ഒരു ഫോൺ ചെയ്യാൻ അനുവദിച്ചാൽ മതി. എനിക്ക് എത്രയും പെട്ടെന്ന് ഫ്യൂച്ചറിലുള്ള സയന്റിസ്റ്റിന് ഒരു വോയിസ് മെയിൽ അയക്കണം. അവരെന്നെ അയച്ചിരിക്കുന്നത് തെറ്റായ വർഷത്തിലേക്കാണെന്ന്. എങ്കിൽ മാത്രമേ അവർക്ക് എന്നെ തിരിച്ചു വിളിക്കാൻ പറ്റത്തുള്ളൂ. അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ അവൻ ഈ പറയുന്നൊക്കെ അവന് ശരിക്കും ഭ്രാന്തായിട്ട് പറയാണെന്നാണ് ആ ഡോക്ടേഴ്സ് വിചാരിച്ചിരിക്കുന്നത്. എങ്കിലും അവൻ പറഞ്ഞതല്ലേ, അതുകൊണ്ട് അവർ ഫോൺ ചെയ്യാൻ സമ്മതിച്ചു. അങ്ങനെ കോൾ ഉടനെ തന്നെ ഫോൺ ചെയ്തു. എന്നാൽ അവൻ വിചാരിച്ച പോലെ ഒരാളല്ല ഫോൺ അറ്റൻഡ് ചെയ്തത്. അതൊരു ലേഡിയാണ്. അവർ വേറെന്തൊക്കെ അവിടെ നിന്ന് പറയാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവൻ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. അവനിങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് റെയിലി ഒരു കാര്യം ചോദിക്കുന്നത്. അല്ല കോൾ, എനിക്ക് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തോന്നുന്നു. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നാണ് അവള് ചോദിക്കുന്നത്. എന്നാൽ അതിനൊരു മറുപടി കോള് പറയുന്നില്ല. അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇത് വർഷം 1990 ഞാൻ മെസ്സേജ് ചെയ്യേണ്ടിയിരുന്നത് 96 നിന്നാണ്. അതായത് ഞാനിപ്പോൾ വിളിച്ചിരിക്കുന്നത് കറക്റ്റ് നമ്പർ അല്ല. ആ നമ്പർ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ വർഷം 96 ആവണം. പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ ബഹളം വെക്കാൻ തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും അവിടുത്തെ കാവൽക്കാരൊക്കെ വന്നിട്ട് അവനെ പിടിക്കുകയും ചെയ്തു. അങ്ങനെ വീണ്ടും ആ എയർപോർട്ടിൽ നടന്ന അതേ സംഭവം തന്നെ സ്വപ്നം കണ്ടിട്ടാണ് അവൻ എഴുന്നേൽക്കുന്നത്. അവനിപ്പോൾ അവന്റെ ബെഡിൽ കിടക്കുകയാണ്. ഈ സമയത്താണ് അവൻ അവിടുത്തെ ജനലിൽ ശ്രദ്ധിക്കുന്നത്. നൈസായിട്ട് അത് തുറക്കാൻ പറ്റുമോ എന്നാണ് അവനിപ്പോൾ ചെക്ക് ചെയ്യുന്നത്. എന്നാൽ അവനെ കൊണ്ട് സാധിക്കുന്നില്ല. അതിനിടയിലാണ് അവനൊരു ചെലന്തിയെ കാണുന്നത്. അവൻ വേഗം തന്നെ അതിനെ പിടിക്കുകയും ചെയ്തു. ഈ സമയത്താണ് ആ ജെഫ്രി അങ്ങോട്ട് വരുന്നത്. നീ എന്താ കോൾ പുറത്ത് ചാടാൻ ശ്രമിക്കാണോ? ശ്രമിക്കണ്ട, ഒരിക്കലും അതിന് പറ്റത്തില്ല. ഇവിടുത്തെ ഡോക്ടേഴ്സൊക്കെ പുറത്തുള്ള ആളുകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മളെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. നിനക്ക് പുറത്ത് ചാടണമെന്ന് അത്ര ആഗ്രഹമാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം എന്നൊക്കെയാണ് ജെഫ്രി ഇങ്ങനെ പറയുന്നത്. എന്നാൽ ഈ സമയം കോളാണെങ്കിൽ ആ ചെലന്തിയെ പിടിച്ച് തിന്നുന്നു. അതിനുശേഷം നീ എന്നെ എങ്ങനെ പുറത്ത് ചാടാൻ സഹായിക്കുമെന്നാണ് ഈ പറയുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് പുറത്ത് ചാടാൻ പറ്റുമെങ്കിൽ നിനക്ക് ചാടിക്കൂടായിരുന്നോ എന്നാണ് കോള് ചോദിക്കുന്നത്. ഇല്ല കോൾ, ഞാനൊരിക്കലും പുറത്ത് ചാടത്തില്ല. അങ്ങനെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് പല കാര്യങ്ങളും വിളിച്ചു പറയേണ്ടി വരും. മാത്രമല്ല എന്റെ അച്ഛനെങ്ങാനും ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെയാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹം എന്നെ പിടിച്ചോണ്ട് പോകും. പിന്നെ ഞാൻ ജീവിക്കാൻ പോകുന്നത് കൊട്ടാരം പോലുള്ള ഒരു സ്ഥലത്തായിരിക്കും. എന്റെ അച്ഛനൊരു ദൈവമാണ്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നിങ്ങനെ ഭ്രാന്തമായിട്ട് അവിടെ ഇവിടെയും തൊടാത്ത രീതിയിലൊക്കെയാണ് ജെഫ്രി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബഹളമൊക്കെ കേൾക്കുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റീസൊക്കെ അങ്ങോട്ട് വന്നിട്ട് അവനെ പിടിച്ചോണ്ട് പോവുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. കോൾ അവിടെ ഇരുന്നിട്ട് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ശരീരത്തിൽ നല്ല രീതിയിലുള്ള ഒരു സെഡേറ്റീവ് കുത്തിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാതി ബോധത്തിലാണ് അവൻ അവിടെ ഇരിക്കുന്നത്. ഈ സമയത്താണ് ജെഫ്രി അങ്ങോട്ട് വരുന്നത്. വന്ന ഉടനെ തന്നെ അവൻ അവിടുത്തെ ഡോറിന്റെ കീ എടുത്തിട്ട് കോളിന് കൊടുക്കുകയാണ്. എന്നിട്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടോന്ന് പറഞ്ഞിട്ട് ജെഫ്രി അവിടെ കിടന്നിട്ട് ബഹളം വെക്കാൻ തുടങ്ങി. അതോടുകൂടെ അവിടുത്തെ കാവൽക്കാരൊക്കെ അവിടേക്ക് ഓടിക്കൂടി. ഈ ഒരു അവസരത്തിൽ കോൾ ആ കീ വെച്ചിട്ട് അവിടുത്തെ ഡോർ തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. പക്ഷെ അവന്റെ ശരീരത്തിൽ ആ സെഡേറ്റീവ് കുത്തിവെച്ചുകൊണ്ട് അവന് മര്യാദയ്ക്കൊന്നും നടക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ആ ബിൽഡിങ്ങിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും അവൻ അവിടെ നിന്ന് ചാടിയെന്ന് മനസ്സിലാക്കിയിട്ട് അവിടുത്തെ കാവൽക്കാരൊക്കെ അവന് ചുറ്റും കൂടി. അങ്ങനെ പെട്ടെന്ന് തന്നെ അവനെ പിടിച്ചിട്ട് ഒരു റൂമിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് പൂട്ടിയിടുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ ഒരു മീറ്റിംഗ് കൂടിയിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ റെയിലിയും ഉണ്ട്. അവളിങ്ങനെ കോളിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഡോക്ടേഴ്സ് അവളിങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവള് പറയുന്നത്, എന്തിനാണ് കോളിനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? എനിക്കെന്തോ വല്ലാത്തൊരു സ്ട്രേഞ്ച് ഫീല് തോന്നുന്നുണ്ട്. അവനെ ഞാൻ ഇതിനു മുമ്പ് കണ്ടതുപോലെ. മാത്രമല്ല അവൻ പറയുന്നതിൽ എന്തോ കാര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെയാണ് അവള് പറയുന്നത്. ഈ സമയത്താണ് ഒരു സെക്യൂരിറ്റി അങ്ങോട്ട് വരുന്നത്. ഒരു അത്യാവശ്യ കാര്യം നിങ്ങളെ കാണിക്കാനുണ്ടെന്നും പറഞ്ഞിട്ട് അവൻ ആ ഡോക്ടേഴ്സിനെയും കൂട്ടി കോളിനെ പൂട്ടിയിട്ടിരിക്കുന്ന റൂമിലേക്കാണ് ചെല്ലുന്നത്. അവിടുത്തെ കാഴ്ച അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. കോളിനെ അവിടെ കാണുന്നില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള റൂമാണത്. മാത്രമല്ല അവന് ഇട്ടുകൊടുത്ത ലോക്കും നല്ല സ്ട്രോങ് ആയിരുന്നു. പിന്നെ എങ്ങനെയാണ് അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ആ ഡോക്ടർ ഇങ്ങനെ ചിന്തിക്കുന്നത്. എന്നാൽ സമയം കഴിഞ്ഞപ്പം കോള് തിരിച്ച് ഫ്യൂച്ചറിലെത്തിയതാണ്. അങ്ങനെ തിരിച്ച് ഫ്യൂച്ചറിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം അവിടുത്തെ സയന്റിസ്റ്റുകളൊക്കെ കൂടെ ചേർന്നിട്ട് അവനൊരു വോയിസ് മെസ്സേജ് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. അതിലൊരു ലേഡിയാണ് സംസാരിക്കുന്നത്. അവൾ അതിൽ പറയുന്നത് ആ ആർമി ഓഫ് 12 മങ്കീസിനെ കുറിച്ചിട്ടാണ്. ഞാനത് കണ്ടെത്തി. ആ വൈറസിനെ സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത് ആർമി ഓഫ് 12 മങ്കീസ് ആണ്. അവർക്കിവിടെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. ഇത്രയും മാത്രമേ എന്റെ അന്വേഷണത്തിൽ എനിക്ക് കണ്ടെത്താൻ സാധിച്ചുള്ളൂ. എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം എന്നൊക്കെയാണ് അവൾ ആ മെസ്സേജിൽ പറയുന്നത്. പക്ഷെ ആ വോയിസ് അത്ര ക്ലിയർ അല്ല. ആ വോയിസ് കേൾപ്പിച്ചു കൊടുത്തതിന് ശേഷം ആ സയന്റിസ്റ്റുകൾ ചോദിക്കുന്നത്, ഈ മെസ്സേജ് നീ അയച്ചതാണോ അതോ നീ ആരെക്കൊണ്ടെങ്കിലും അയപ്പിച്ചതാണോ എന്നാണ്.
അതെല്ലാം കേൾക്കുമ്പോൾ ഈ മെസ്സേജ് ഞാൻ അയപ്പിച്ചൊന്നുമല്ല, ഞാൻ എങ്ങനെ അയപ്പിക്കാനാണ്, നിങ്ങൾ എന്നെ അയച്ച വർഷം തെറ്റിപ്പോയി. ഞാൻ 1990-ലേക്കാണ് പോയത്. അവിടെ വെച്ചിട്ട് ഞാൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നെ കുറെ ദിവസം അവിടുത്തെ ഒരു ഭ്രാന്താശുപത്രിയിലായിരുന്നു ഞാൻ. അവിടെ വെച്ചിട്ട് എനിക്കൊരു സ്പൈഡറിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പറയാറുള്ളത് പോലെ ഒരു കുപ്പിയിൽ അടച്ചു വെക്കാനാണ് ഞാൻ അതിന് ശ്രമിച്ചത്. പക്ഷെ എനിക്ക് കുപ്പിയൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് വിഴുങ്ങി. പക്ഷെ നിങ്ങൾ എന്നെ അയച്ച വർഷം തെറ്റായിരുന്നല്ലോ, അതുകൊണ്ട് പ്രശ്നമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നിങ്ങനെയുള്ള അവൻ അവിടെ ഉണ്ടായ അനുഭവങ്ങളാണ് കോൾ ഇപ്പോൾ അവരുടെ അടുത്ത് പറയുന്നത്. അതെല്ലാം കേട്ടതിന് ശേഷം അവരവന് ചില ചിത്രങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ തുടങ്ങി. അതിൽ ആദ്യത്തെ ചിത്രം ആ ആർമി ഓഫ് 12 മങ്കീസിന്റെ ആ എംബ്ലമാണ്. പക്ഷെ അങ്ങനെ ഒരു ചിത്രം 1990 അവൻ കണ്ടിട്ടില്ല. അങ്ങനെ വേറെയും കുറെ ഫോട്ടോസ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കുറെ ആൾക്കാരുടെ ഫോട്ടോസാണത്. അതിലൊരു ഫോട്ടോ കണ്ടപ്പോൾ അതിലാളെ കോളിന് മനസ്സിലായി, അവൻ ജെഫ്രിയെ പോലെയാണ് ഇരുന്നത്. അങ്ങനെ അവൻ ആ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ സയന്റിസ്റ്റുകൾ അവരുടെ അടുത്ത തീരുമാനം പറയാണ്, ഓക്കെ കോൾ, എന്തായാലും നമ്മുടെ ആദ്യത്തെ അറ്റംപ്റ്റ് ഫെയിലായി, അതുകൊണ്ട് നിന്നെ ഒന്നുകൂടെ ഞങ്ങൾ പാസ്റ്റിലേക്ക് അയക്കാൻ പോവാണ് എന്നാണ് സയന്റിസ്റ്റുകൾ പറയുന്നത്. അങ്ങനെ ആ സെറ്റപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം അവരവനെ നേരെ ആ ടൈം മെഷീന്റെ അകത്തേക്ക് കയറ്റി. എന്നിട്ട് പെട്ടെന്ന് തന്നെ പാസ്റ്റിലേക്ക് അയക്കുകയാണ്. എന്നാൽ ഇത്തവണ അവർക്ക് തെറ്റി. അവൻ നേരെ എത്തിപ്പെടുന്നത് 1-ാം ലോകമഹായുദ്ധം നടക്കുന്ന സ്ഥലത്തേക്കാണ്. ആ യുദ്ധമുഖത്തിലാണ് അവൻ ചെന്ന് പ്രത്യക്ഷപ്പെടുന്നത്. ഈ സമയം കുറെ പട്ടാളക്കാർ അതിൽ ഓടി നടക്കുന്നുണ്ട്. ഗംഭീര യുദ്ധമാണ് അപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് 2-3 പട്ടാളക്കാർ ചേർന്നിട്ട് മുറിവ് പറ്റിയ ഒരാളെ പിടിച്ചുകൊണ്ട് വരുന്നത്. അയാൾ നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ ഹോസയാണ്. അതായത് കോളിന്റെ സെല്ലിന്റെ അടുത്തുണ്ടായിരുന്ന ആള്. അവനെ ആ സയന്റിസ്റ്റുകൾ പാസ്റ്റിലേക്ക് അയച്ചതാണ്. ഇപ്പൊ അവന് മുറിവ് പറ്റിയതുകൊണ്ട് പട്ടാളക്കാരൊക്കെ അവനെ എടുത്തോണ്ട് പോകുന്നുണ്ട്. ഹോസയാണെങ്കിൽ കോളിന്റെ അടുത്ത് അവനെ രക്ഷിക്കാനാണ് പറയുന്നത്. പക്ഷെ കോളിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഈ സമയം കോളും നൈസായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ഒരു പട്ടാളക്കാരൻ അവന്റെ കാലിന് നേരെ ഷൂട്ട് ചെയ്തു. എന്നാൽ ആ വെടി കൊണ്ട ഉടനെ തന്നെ അവൻ അവിടെ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. അങ്ങനെ ഇപ്പൊ അവൻ കറക്റ്റായിട്ട് 1996-ലെത്തി. സമയം രാത്രിയാണ്. ഈ സമയം റെയിലി ആണെങ്കിൽ കുറച്ച് സയന്റിസ്റ്റുകൾക്ക് ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ നടക്കാൻ പോകുന്ന ലോകാവസാനത്തെ കുറിച്ചിട്ടാണ് അവൾ ക്ലാസ് എടുക്കുന്നത്. അതിൽ ആദ്യം പറയുന്നത് ചില മിത്തുകളെ കുറിച്ചിട്ടാണ്. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഒരു 900 വർഷമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകാവസാനം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നിങ്ങനെ പണ്ടൊരാൾ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ആദ്യം അവൾ പറയുന്നത്. അതിനുശേഷം പറയുന്നത് 1-ാം ലോക മഹായുദ്ധ കാലത്ത് നടന്നൊരു കാര്യമാണ്. അതായത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഇഞ്ചോർഡ് ആയ ഒരു പട്ടാളക്കാരനെ കിട്ടി. അയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞത്, ഞാൻ ഫ്യൂച്ചറിൽ നിന്ന് വന്നാണ്, 1996 ആകുമ്പോൾ ഇവിടെ ഒരു വൈറസ് സ്പ്രെഡ് ചെയ്യും, അങ്ങനെ ലോകത്തിലുള്ള എല്ലാവരും മരിക്കുന്നു. അവന് നല്ല രീതിയിൽ ഇഞ്ചറി പറ്റിയിട്ടുണ്ടായിരുന്നു. ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻ എവിടേക്കോ അപ്രത്യക്ഷമായി. പിന്നീട് ആരും അവനെ കണ്ടിട്ടില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ ആ ക്ലാസ്സിൽ പറയുന്നത്. അങ്ങനെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ എഴുതിയ പുസ്തകത്തിൽ അവൾ തന്നെ സൈൻ ചെയ്ത് അത് അവിടെ വന്ന ആൾക്കാർക്ക് അവൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഒരു ഡോക്ടർ പീറ്റേഴ്സ് അങ്ങോട്ട് വരുന്നത്. അയാൾ പറയുന്നത്, നിങ്ങളുടെ ലെക്ചറൊക്കെ ഞാൻ കേട്ടു, നിങ്ങൾ പറഞ്ഞതൊക്കെ കറക്റ്റാണ്, ഭാവിയിൽ നടക്കാൻ പോകുന്ന ലോകാവസാനത്തെ കുറിച്ചിട്ട് ക്ലിയർ ആയിട്ടുള്ള ഡാറ്റ നമുക്ക് അവൈലബിൾ ആണ് എന്നാണ് അയാൾ അവളുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ പുസ്തക വിതരണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ അവിടെ നിന്ന് ഇറങ്ങി. എന്നാൽ അവൾ കാറിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഒരുത്തം വന്നിട്ട് അവളെ കിഡ്നാപ്പ് ചെയ്യുന്നത്. അങ്ങനെ അവനും വണ്ടിയിലേക്ക് കയറി അവൻ അവളെ നിർബന്ധിച്ചിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് വണ്ടി ഓടിക്കാൻ പറയാണ്. അവളാണെങ്കിൽ ശരിക്കും പേടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, കാശാണോ? എത്ര വേണമെങ്കിലും ഞാൻ തരാം, നിങ്ങൾ എന്നെ ഒന്ന് വിട്ടാൽ മതി എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ എനിക്ക് കാശൊന്നും വേണ്ട, നീ ഇപ്പൊ ഫിലാഡൽഫിയയിലേക്ക് വണ്ടി വിടാൻ നോക്ക് എന്നാണ് അയാൾ പറയുന്നത്. അയാൾ മുഖംമൂടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ റെയിലേക്ക് ആളെ മനസ്സിലായിട്ടില്ല. എന്നാൽ പിന്നെ നിങ്ങൾക്ക് വണ്ടി ഓടിച്ചൂടെ? ഇവിടെ നിന്ന് 100 മൈലുണ്ട് ഫിലാഡൽഫിയയിലേക്ക്, എനിക്ക് നാളെ ജോലിക്ക് പോകാനുള്ളതാണ്, എന്നെ ഇവിടെ ഇറക്കി വിട്ടേക്ക് എന്നാണ് അവൾ അടുത്തതായിട്ട് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അതിനെനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ 8 വയസ്സ് മുതൽ ഞാൻ ഒരു അണ്ടർഗ്രൗണ്ടിലാണ് ജീവിച്ചതെന്ന്, അതൊന്നും ഓർക്കുന്നില്ലേ നീ എന്നാണ് അയാൾ ചോദിക്കുന്നത്. ആ സംസാരത്തിൽ അത് ജെയിംസ് കോളാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അങ്ങനെ അവന്റെ നിർദ്ദേശപ്രകാരം അവർ ആദ്യം പോകുന്ന ഒരു ഹോട്ടൽ റൂമിലേക്കാണ്. പിറ്റേ ദിവസം രാവിലെയും അവൻ എപ്പോഴും കാണാറുള്ള സ്വപ്നം കണ്ടിട്ട് തന്നെയാണ് അവൻ ഞെട്ടി എഴുന്നേൽക്കുന്നത്. ഈ സമയം അവൾ അവിടെ നിന്ന് എസ്കേപ്പ് ആവാതിരിക്കാൻ വേണ്ടി അവൻ അവൾ അവിടെ ബെഡിൽ കെട്ടിയിട്ടിട്ടുണ്ട്. അതിനിടയിലാണ് അവിടെ ഒരു ന്യൂസ് കാണിക്കുന്നത്. ആ ന്യൂസിൽ പറയുന്നത് ഡോക്ടർ റെയിലി മിസ്സിംഗ് ആണെന്നുള്ള കാര്യമാണ്. അവളെ തട്ടിക്കൊണ്ടുപോയത് ഭ്രാന്തനായ ജെയിംസ് കോളാണ്, അതുകൊണ്ട് പോലീസുകാർ അവനെ അന്വേഷിക്കുന്നുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ന്യൂസിൽ പറയുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവർ അവിടെ നിന്ന് ഇറങ്ങി. അവരിപ്പോൾ ഫിലാഡൽഫിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ യാത്രക്കിടയിൽ കോൾ അവന്റെ ഡയറി നോക്കുന്നുണ്ട്. അതിൽ പല കാര്യങ്ങളും കുത്തി വരച്ചിരിക്കുകയാണ്. അതെല്ലാം കാണുമ്പോൾ ഇതെന്താണ് സംഭവം എന്നാണ് റെയിലി ചോദിക്കുന്നത്. ഇതെന്റെ ഡയറിയാണ്, ഇതിലെ കുറിപ്പുകളൊക്കെ നോക്കിയിട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു ഒരു വൈറസിന്റെ കാര്യം. ആർമി ഓഫ് 12 മങ്കീസ് എന്ന ഗ്രൂപ്പാണ് ഇത് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. ഈ വർഷം അവരുള്ളത് ഫിലാഡൽഫിയയിലാണ്. എനിക്ക് അവരെ കണ്ടെത്തിയിട്ട് ആ വൈറസിനെ ലൊക്കേറ്റ് ചെയ്യണം. എന്നിട്ട് മ്യൂട്ടേഷൻ സംഭവിക്കാത്ത ആ വൈറസിന്റെ ഒറിജിനൽ ഫോമാണ് എനിക്ക് കിട്ടേണ്ടത്. അങ്ങനെ അത് ഞാൻ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ ഫ്യൂച്ചറിലുള്ള സയന്റിസ്റ്റുകളെ വിവരം അറിയിക്കും. അങ്ങനെ വരുമ്പോൾ അവർ അവിടെ നിന്ന് ഈ വർഷത്തേക്ക് വേറൊരു സയന്റിസ്റ്റിനെ അയക്കും. അങ്ങനെ അയാൾ ഇവിടേക്ക് വന്നിട്ട് ആ വൈറസിനെ കുറിച്ച് പഠിക്കും. എന്നിട്ട് തിരിച്ച് ഫ്യൂച്ചറിലേക്ക് പോകും. എന്നിട്ട് ഫ്യൂച്ചറിൽ വെച്ചിട്ട് അവർ ആ വൈറസിന് വേണ്ടിയിട്ട് ഒരു ക്യൂർ കണ്ടെത്തും. അങ്ങനെ വരുമ്പോൾ ഫ്യൂച്ചറിലുള്ള ആളുകളുടെയൊക്കെ ജീവിതം സേഫ് ആണ്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്നാണ് കോൾ അവളുടെ അടുത്ത് പറയുന്നത്.
അങ്ങനെ കോളും റെയിലും സിറ്റിയിലെത്തി. ഈ സമയത്താണ് കോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവൻ പെട്ടെന്ന് വണ്ടി നിർത്താൻ പറഞ്ഞിട്ട് വേഗം കാറിന്റെ വെളിയിലേക്ക് ഇറങ്ങുന്നു. അവിടുത്തെ ചുമരിലായിട്ട് കുറെ പോസ്റ്റർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അവൻ അതൊക്കെ വലിച്ചു കയറി. അതിന്റെ അടിയിലൊക്കെ ആ 12 മങ്കീസിന്റെ എംബ്ലമാണ്. അതിപ്പോ പെയിന്റ് അടിച്ച് പോയിട്ടേ ഉള്ളൂ. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെയും കൂട്ടി താഴെ വീണ് നടക്കുന്ന പെയിന്റിന്റെ പുറകെ പോകാൻ തുടങ്ങി. അങ്ങനെ അവർ കുറെ പോയി ഒരു വലിയ തിയേറ്ററിന്റെ അകത്താണ് എത്തുന്നത്. അതിനുശേഷം അവർ അവിടെ മൊത്തം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് 2 ആൾക്കാർ വന്നിട്ട് അവർ അറ്റാക്ക് ചെയ്യുന്നത്. അവരിപ്പോൾ റെയിലിയെ ഉപദ്രവിക്കാനാണ് ശ്രമിക്കുന്നത്. അത് കണ്ട ഉടനെ തന്നെ കോൾ അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ്. അങ്ങനെ കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം അവന്മാരെ 2 പേരെയും കൊന്നു കളഞ്ഞിട്ട് അവൻ അവളെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ അന്വേഷിച്ച് അവരിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു മൃഗശാലയിലാണ്. ആ 12 മങ്കീസിന്റെ താവളം ഈ സ്ഥലമാണ് എന്ന കാര്യം അവന് മനസ്സിലായി. അവിടെ 2-3 ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവൻ ഉടനെ തന്നെ ഒരു തോക്കെടുത്തിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് നേരെ ചൂണ്ടിയിട്ട് ആർമി ഓഫ് 12 മങ്കീസിന്റെ കാര്യമാണ് അവരുടെ അടുത്ത് ചോദിക്കുന്നത്. അവൻ തോക്ക് ചൂണ്ടിയതുകൊണ്ട് തന്നെ അവർ സത്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. അവർ പറയുന്നത് ജെഫ്രിയുടെ പേരാണ്. അതായത് ഈ ജെഫ്രി ഒരു ആനിമൽ ആക്ടിവിസ്റ്റ് ആണ്. ഈ മൃഗങ്ങളെ ഒന്നും മൃഗശാലയിൽ പൂട്ടിയിടുന്നതിനോടൊന്നും അവൻ യോജിക്കുന്നില്ല. മനുഷ്യർക്കാണ് നാശം സംഭവിക്കേണ്ടത്, എന്നിട്ട് മൃഗങ്ങൾ ഭരിക്കുന്ന ഒരു ലോകം വരണം എന്നാണ് അവൻ ആഗ്രഹിച്ചിരുന്നത്. അവന്റെ അച്ഛന്റെ പേര് ലീലാൻ ഗോയിൻസ് എന്നാണ്. അയാൾ ഒരു വൈറോളജിസ്റ്റ് ആണ്. അയാൾ മൃഗങ്ങളുടെ ശരീരത്തിലാണ് പരീക്ഷണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ കാര്യം ജെഫ്രിക്ക് ദേഷ്യമാണ്. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിൽ അച്ഛനെ പണി കൊടുക്കണം എന്നും കൂടെ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനൊക്കെ കൂടെ വേണ്ടി അവനൊരു 11 ആൾക്കാരെ കൂടെ അവന്റെ ടീമിൽ ചേർത്തു. ഇവരെല്ലാവരെയും കൂടി പറയുന്ന പേരാണ് ആർമി ഓഫ് 12 മങ്കീസ്. ഇത്രയും കാര്യങ്ങളാണ് അവർ പറയുന്നത്. അങ്ങനെ അവർ പിന്നെ അവിടെ നിന്ന് പോകാൻ തുടങ്ങി. ആ യാത്രയിലാണ് റെയിൽ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അത് അവന്റെ കാലിൽ കൊണ്ട ആ വെടിയുണ്ടയാണ്. നിന്നാരാണ് ഷൂട്ട് ചെയ്തത് എന്നാണ് അവൾ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അത് ഞാനൊരു യുദ്ധത്തിൽ പങ്കെടുത്താണ്, നീ അത് വിട്ടേക്ക് എന്നാണ് അവൻ മറുപടി പറയുന്നത്. എന്നാൽ അവൾ അത് വിടാൻ കൂട്ടാക്കുന്നില്ല. അവൾ നേരെ ഒരു പെട്രോൾ പമ്പിലേക്കാണ് പോകുന്നത്. അത് കാണുമ്പോൾ നീ എന്തിനാണ് വണ്ടി ഇവിടെ നിർത്തിയത്, നമുക്ക് ഇവിടെ നിന്ന് വേഗം പോയേ പറ്റൂ, നീ വണ്ടി എടുത്തേ, കോള് പറയുന്നു. അത് കേൾക്കുമ്പോൾ ഇല്ല കോൾ, ആദ്യം വണ്ടിക്ക് പെട്രോൾ അടിക്കണം, പിന്നെ നിന്റെ കാലിൽ ഈ മുറിവും വെച്ചുകൊണ്ട് എനിക്ക് നിന്നെയും കൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റത്തില്ല. ഞാനൊരു ഡോക്ടറാണ്, അതുകൊണ്ട് ആദ്യം മുറിവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി അന്വേഷണം തുടരാം എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ അവൾ അവനെയും കൊണ്ട് ഒരു കാട്ടിലേക്കാണ് പോകുന്നത്. അതിനുശേഷം അവന്റെ കാലിൽ ഒരു സർജറി ഒക്കെ നടത്തിയിട്ട് അവൾ ആ ബുള്ളറ്റ് എടുത്തു. എന്നിട്ട് അവന്റെ കാല് കെട്ടിക്കൊടുക്കുകയും ചെയ്തു. ഈ സമയം അവൾ ആ ബുള്ളറ്റിലേക്ക് നോക്കുന്നുണ്ട്. അങ്ങനെ അവരവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് കോൾ അവളെ പിടിച്ച് ലോക്ക് ചെയ്യുന്നത്. അങ്ങനെ രാത്രിയാകുമ്പോൾ കോള് നേരെ പോകുന്നത് ജെഫ്രിയുടെ വീട്ടിലേക്കാണ്. ഈ സമയം അവിടെ ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജെഫ്രിയുടെ അച്ഛൻ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതെല്ലാം കേട്ടുകൊണ്ട് ജെഫ്രി അവിടുത്തെ ഒരു ചെയറിലിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു സെക്യൂരിറ്റി ജെഫ്രിയുടെ അടുത്തേക്ക് വരുന്നത്. ഒരാളെങ്ങോട്ട് അതിക്രമിച്ച് കയറിയിട്ടുണ്ട്, നിങ്ങളെ കാണാൻ വന്നാണെന്നാണ് പറഞ്ഞത്, നിങ്ങൾ ഉടനെ ഒന്ന് റൂമിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ആ സെക്യൂരിറ്റി ജെഫ്രിയും കൂട്ടി മറ്റൊരു റൂമിലേക്ക് പോവാണ്. അവിടെയാണ് കോൾ ഉണ്ടായിരുന്നത്. കോളിന് ആദ്യം കാണുമ്പോൾ എനിക്കിവൻ അറിയത്തില്ല എന്നാണ് ജെഫ്രി പറയുന്നത്. എന്നാൽ ഈ സമയത്താണ് കോൾ ആർമി ഓഫ് 12 മങ്കീസിന്റെ പേര് പറയുന്നത്. അത് കേൾക്കുന്ന ജെഫ്രി ഒന്ന് സ്റ്റക്കായി. അവൻ ഉടനെ തന്നെ കോളിനെ വിളിച്ചിട്ട് ആ വീടിന്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങി. ഈ സമയം കോൾ അവന്റെ അടുത്ത് ചോദിക്കുന്നത് ആ വൈറസിനെ കുറിച്ചാണ്. എവിടെയാണ് ജെഫ്രി ആ വൈറസ് നീ വെച്ചിരിക്കുന്നത്? എനിക്കറിയാം നിങ്ങൾ ആർമി ഓഫ് 12 മങ്കീസ് ആണ് ആ വൈറസ് സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത്. അതെവിടെയാണെന്ന് എന്നോട് പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഭൂമിയെ രക്ഷിക്കാൻ പറ്റത്തില്ല എന്നാണ് കോള് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ വൈറസ്, അത് നിന്റെ തന്നെ ഐഡിയ അല്ലേ? നീ ഓർക്കുന്നില്ലേ ആ പ്രാന്താശുപത്രിയിൽ വെച്ചിട്ട് നീ ആ വൈറസിനെ കുറിച്ചുള്ള ഒരു ഐഡിയ എനിക്ക് തന്നത്? വൈറസ് സ്പ്രെഡ് ചെയ്തിട്ട് ഭൂമിയിൽ ആൾക്കാർ മൊത്തം മരിക്കുന്നത്. അന്ന് നീ തന്ന ഐഡിയയിലാണ് ആ വൈറസിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ അത് എവിടെയാണെന്ന് ഞാൻ നിന്നോട് പറയത്തില്ല എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുന്ന കോളാണെങ്കിൽ അവനെ പിടിച്ചിടിക്കാൻ തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും അവിടുത്തെ സെക്യൂരിറ്റീസ് ഒക്കെ അങ്ങോട്ട് എത്തി. എന്നാൽ കോള് പിടി കൊടുക്കുന്നില്ല. അവൻ അവരെയൊക്കെ ഇടിച്ചു മാറ്റിയിട്ട് വേഗം തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആവാണ്. അങ്ങനെ കോള് തിരിച്ച് റെയിലിയുടെ അടുത്തെത്തി. അവൻ അവളെ കാറിന്റെ ഡിക്കിയിലിട്ട് പൂട്ടിയിട്ടാണ് പോയത്. ഇപ്പൊ അവൻ അവളെ പുറത്തേക്ക് ഇറക്കുമ്പോൾ അവള് ശരിക്കും ദേഷ്യത്തിൽ അവനെ പിടിച്ചിടിക്കാൻ തുടങ്ങി. അതിനിടയിലാണ് അവന്റെ നെറ്റിയിൽ നിന്ന് ചോര ഒലിക്കുന്ന അവള് കാണുന്നത്. നീ വീണ്ടും ആരെങ്കിലും കൊന്നോ എന്നാണ് അവള് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അതേ, കൊന്നു. 5 ബില്യൺ ആളുകൾ മരിക്കാൻ കാരണം ഞാനാണ്. ആ വൈറസിന്റെ ഐഡിയ ജെഫ്രിക്ക് കൊടുത്തത് ഞാൻ കാരണമാണ്. ഇപ്പൊ ഞാൻ കാരണം എല്ലാവരും മരിക്കാൻ പോവാണ് എന്നൊക്കെ അവനിങ്ങനെ വിഷമത്തോടെ പറയാൻ തുടങ്ങി. ഈ സമയത്താണ് പോലീസുകാരൊക്കെ അങ്ങോട്ട് വരുന്നത്. അത് കാണുന്ന കോളാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ റെയിലി അവന്റെ കൂടെ പോകുന്നില്ല. അവള് വേഗം തന്നെ ആ കാറിലേക്ക് ചെന്നിട്ട് അതിന്റെ ഹോൺ അടിച്ച് പോലീസുകാർ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയം അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ കോളിനെ കാണുന്നില്ല. ഇത്ര പെട്ടെന്ന് അവൻ എവിടെ പോയി എന്നാണ് അവളിപ്പോൾ ചിന്തിക്കുന്നത്. അങ്ങനെ പിറ്റേ ദിവസമായി റെയിലി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്. അവൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ അവിടുത്തെ പോലീസുകാരൻ്റെ അടുത്ത് പറഞ്ഞു. അതെല്ലാം കേൾക്കുമ്പോൾ ഓക്കെ, ഞങ്ങൾക്ക് മനസ്സിലായി അവൻ എവിടേക്കാണ് പോയതെന്ന് നിനക്ക് അറിയത്തില്ല, പക്ഷെ അവനെ നമുക്ക് കണ്ടെത്തിയേ പറ്റൂ. അവൻ 2 ആൾക്കാരെയാണ് കഴിഞ്ഞ ദിവസം കൊന്നു കളഞ്ഞത് എന്നാണ് ആ പോലീസുകാരൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ആ കാര്യത്തിൽ കോളിന് കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അവന്മാരാണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വന്നത്. എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കോൾ അവന്മാരെ കൊന്നു കളഞ്ഞത്. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവൻ മാനസികമായിട്ട് സുഖമില്ലാത്ത ആളാണ്. എവിടെ നിന്നോ ടൈം ട്രാവൽ ചെയ്തു വന്നു എന്നൊക്കെയാണ് അവൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം അവനെ പിടിച്ച് ജയിലിൽ അടക്കിയല്ല വേണ്ടത്, അവന് വേണ്ടത് ചികിത്സയാണ്. അതുകൊണ്ട് നിങ്ങൾ അവനെ കണ്ടെത്തുകയാണെങ്കിൽ ഉടനെ തന്നെ എന്നെ വിവരം അറിയിക്കണം എന്നാണ് അവൾ ആ പോലീസുകാരനോട് പറയുന്നത്.
ഇതേ സമയം തന്നെ കോൾ ആണെങ്കിൽ തിരിച്ച് ഫ്യൂച്ചറിലെത്തി. അവൻ കണ്ണു തുറക്കുമ്പോൾ അവന്റെ ചുറ്റിലും ആ സയന്റിസ്റ്റുകൾ ഇങ്ങനെ നിരന്നു നിൽക്കുകയാണ്. അവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം കോൾ ഇപ്പൊ ആർമി ഓഫ് 12 മങ്കീസിനെയും അതുപോലെ ആ വൈറോളജിസ്റ്റിനെയും കണ്ടുപിടിച്ചല്ലോ. ആ ഒരു സന്തോഷത്തിലാണ് അവര്. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും കോളിന്റെ മെന്റാലിറ്റി മൊത്തം അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഈ ടൈം ട്രാവൽ ഒന്നും യാഥാർത്ഥ്യമല്ല, അവന്റെ ജീവിതത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവൻ സങ്കല്പിക്കുന്നതാണ് എന്നൊക്കെയാണ് അവനിപ്പോ വിശ്വസിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. റെയിലി ഇപ്പൊ അവളുടെ വീട്ടിൽ കിടക്കുകയാണ്. അതിനിടയിലാണ് ഒരു കോള് വരുന്നത്. അവളെടുത്ത് നോക്കുമ്പോൾ അത് ആ പോലീസുകാരനാണ്. അവൾ നേരത്തെ കോളിന്റെ കാലിൽ നിന്ന് എടുത്ത ബുള്ളറ്റ് പരിശോധിക്കാൻ വേണ്ടി അയാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി പറയാനാണ് അയാൾ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അതായത് ആ ബുള്ളറ്റ് 1920 എന്നാണ് അയാൾ പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവൾക്കൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. അവൾ ആ ഫോൺ കട്ട് ചെയ്തതിനു ശേഷം അവിടെ മൊത്തം സെർച്ച് ചെയ്യാൻ തുടങ്ങി. അവളിപ്പോൾ അന്വേഷിക്കുന്നത് ആ 1-ാം ലോക മഹായുദ്ധ കാലത്ത് മുറിവേറ്റ പട്ടാളക്കാരനെ കുറിച്ചാണ്. അവൾ അയാളുടെ ഫോട്ടോ കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ അതിലെ കാഴ്ചയും അവളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ആ പട്ടാളക്കാരൻ മുറിവേറ്റ് കിടക്കുന്നതിന് അപ്പുറത്തായിട്ട് കോളും ഉണ്ടായിരുന്നു. അപ്പൊ കോള് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. അങ്ങനെ അവൾ നേരെ വിളിക്കുന്നത് ജെഫ്രിയുടെ അച്ഛനെയാണ്. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ മകനെ ഒന്ന് ശ്രദ്ധിക്കണം. അവൻ നിങ്ങളുടെ ലാബിൽ നിന്ന് എന്തോ വൈറസിനെ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. ഒരിക്കലും അതിനെ അനുവദിക്കരുത് എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ എന്റെ മകനോ? അവൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അങ്ങനെ എന്റെ ലാബിൽ നിന്ന് ഒരു സാധനം ആർക്കും എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല എന്നാണ് അയാൾ പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അയാൾ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ സമയം അയാളുടെ അസിസ്റ്റന്റ് അവിടെ നിൽക്കുന്നുണ്ട്. ഇയാൾ നമ്മൾ നേരത്തെ കണ്ട ആ ഡോക്ടർ പീറ്റേഴ്സ് ആണ്. ലീലാൻഡ് ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോൾ റെയിലി ആയിരിക്കില്ലേ നിങ്ങളെ വിളിച്ചത്? ഈ ലോകാവസാനത്തെ കുറിച്ചിട്ട് അവൾക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാൻ അവളുടെ ലെക്ചറൊക്കെ കേട്ടിട്ടുണ്ട് എന്നാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ എന്താണെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വെച്ചേക്ക്, നമ്മുടെ ഈ ലാബിന്റെ സെക്യൂരിറ്റി ഒക്കെ ഒന്ന് കൂട്ടണം എന്നാണ് ലീലാൻഡ് പറയുന്നത്. ഈ സമയം ഫ്യൂച്ചറിലെ സയന്റിസ്റ്റുകളൊക്കെ കോളിനെ വീണ്ടും പാസ്റ്റിലേക്ക് അയക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. ആ ലേഡി സയന്റിസ്റ്റ് ഇപ്പം പാസ്റ്റിൽ നടന്ന ചില കാര്യങ്ങളൊക്കെ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല പാസ്റ്റിൽ അവൻ കാണാൻ സാധ്യതയുള്ള ഒരു എഴുത്തും അവരവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു വൈറസ് ഉണ്ടോ? ഇതാണോ അതിന്റെ ഉത്ഭവം? 5 ബില്യൺ ആളുകൾ മരിക്കുമോ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഇതേ സമയം തന്നെ ജെഫ്രിയും ടീമും കൂടെ നമ്മൾ നേരത്തെ കണ്ട ആ സൂവിലിരിക്കുകയാണ്. അവരവരുടെ പുതിയ കാര്യങ്ങളാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ റെയിലി അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവൾ അവിടുത്തെ വാതിൽ മുട്ടാൻ തുടങ്ങി. എന്നാൽ അവർ വാതിൽ തുറന്നു കൊടുക്കുന്നില്ല. അത് കാണുമ്പോൾ അവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പ്രേ പെയിന്റ് എടുത്ത് അവരുടെ ആ ബിൽഡിങ്ങിൽ എന്തൊക്കെ എഴുതി വെക്കാൻ തുടങ്ങി. ഈ സമയത്താണ് കോൾ അങ്ങോട്ട് വരുന്നത്. അവൻ പിന്നെ അങ്ങോട്ട് വന്ന് കാണുമ്പോൾ അവൾക്ക് ശരിക്കും അത്ഭുതമായി. അവൾ വേഗം തന്നെ അവന്റെ അടുത്തേക്ക് ഓടുന്നു. ഈ സമയം കോള് സംസാരിക്കാൻ തുടങ്ങി. നീ പറഞ്ഞത് ശരിയാണ് റെയിലി, ഞാനെല്ലാം സങ്കല്പിക്കുകയാണ്. ഈ ടൈം ട്രാവൽ ഒന്നും റിയൽ അല്ല എന്നൊക്കെയാണ് അവൻ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. പോലീസ് നിന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഇവിടെ നിന്ന് പോവാം എന്ന് പറഞ്ഞിട്ട് അവൾ അവനെയും കൊണ്ട് അവിടെ നിന്ന് പോവാണ്. ഈ സമയത്താണ് അവൾ അവിടെ സ്പ്രേ പെയിന്റ് വെച്ച് എഴുതിയ കാര്യങ്ങളൊക്കെ അവൻ ശ്രദ്ധിക്കുന്നത്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് അവൻ ഇപ്പം ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ആ സയന്റിസ്റ്റുകൾ അവന് കാണിച്ചു കൊടുത്തത്. അങ്ങനെ അവർ നേരെ പോയിട്ട് ഹോട്ടലിൽ ഒരു റൂം എടുത്തു. അതിനുശേഷം അവൾ അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. നീ പറഞ്ഞതൊക്കെ സത്യമാണ് കോൾ, നീ ഒന്നും സങ്കല്പിക്കുന്നതല്ല, നീ ടൈം ട്രാവൽ ചെയ്ത് വന്നത് തന്നെയാണ്. നിന്റെ കാലിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റ് ഉണ്ടല്ലോ, അത് ഞാൻ പരിശോധിച്ചു. അത് 1-ാം ലോക മഹായുദ്ധ കാലത്തുള്ളതാണ്. പിന്നെ നീ ഈ ഫോട്ടോ നോക്കിക്കേ, ഇതും 1-ാം ലോക മഹായുദ്ധ കാലത്തുള്ളതാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന നീയല്ലേ, നീ എങ്ങനെയാണ് അവിടേക്ക് എത്തിയത്? അപ്പൊ ഇതൊക്കെ സത്യമാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ അവൻ്റെ അടുത്ത് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഇനി ഒരു പക്ഷേ ഇതൊക്കെ സത്യമാണെങ്കിൽ തന്നെ ഞാൻ അനുഭവിക്കുന്ന ആ ഫ്യൂച്ചർ എനിക്ക് വേണ്ട, എനിക്ക് ഇവിടെ ജീവിച്ചാൽ മതി, ഇവിടെ നിന്റെ കൂടെ ജീവിച്ചാൽ മതി എന്നാണ് അവൻ വിഷമത്തോടെ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവൾ അവനെ സമാധാനിപ്പിക്കുകയാണ്. ഈ സമയത്താണ് അവൾ മറ്റൊരു കാര്യം ചോദിക്കുന്നത്. അല്ല കോൾ, നീ 1990 വന്നപ്പം ഒരു ഫോൺ നമ്പർ പറഞ്ഞിട്ടില്ലായിരുന്നു? അന്ന് അത് തെറ്റായ നമ്പർ ആയിരുന്നു, എന്നാൽ ഇപ്പൊ അത് ശരിയായ നമ്പർ ആയിരിക്കും, നമുക്ക് ആ നമ്പറിലൊന്ന് വിളിച്ചു നോക്കാം എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ അവരാ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരുത്തരം അങ്ങോട്ട് കയറി വരുന്നത്. ഇത് എന്റെ ടെറിട്ടറിയാണ്, നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചിട്ട് അവൻ വെറുതെ വന്നിട്ട് കോളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നാൽ കോളും വിട്ടുകൊടുക്കുന്നില്ല. അവൻ അയാളെ ഒരു റൂമിന്റെ അകത്തേക്ക് കയറ്റിയിട്ട് അയാളെ ശരിക്കും ഇട്ടിരിക്കുകയാണ്. അതിനുശേഷം അയാളുടെ പോക്കറ്റിലുണ്ടായിരുന്ന കാശ് മുഴുവൻ എടുത്തിട്ട് അവളെയും കൊണ്ട് വേഗം അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ അവർ സിറ്റിയിലെ മറ്റൊരു ഭാഗത്തെത്തി. ഈ സമയം നീ ഇവിടെ നിൽക്ക്, ഞാൻ ആ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവൾ വേഗം അവിടുത്തെ ഒരു ബൂത്തിലേക്ക് പോവാണ്. അതിനിടയിലാണ് കോൾ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവന്റെ തൊട്ടടുത്തായിട്ട് ഒരു വലിയ ബിൽഡിംഗ് നിൽക്കുന്നുണ്ട്. ഈ ബിൽഡിംഗ് ആണ് ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ടത്, ആ സിംഹം വന്നു നിന്ന ബിൽഡിംഗ്. മാത്രമല്ല അവന്റെ പുറകിലായിട്ട് ഒരു സ്റ്റഫ് ചെയ്ത കരടിയുടെ രൂപമുണ്ട്. ഈ സമയത്താണ് അവൾ ഫോൺ ചെയ്തിട്ട് തിരിച്ചു വരുന്നത്. അവൾ വല്ലാത്തൊരു സന്തോഷത്തിലാണ്. അവൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിളിച്ചു കോൾ, പക്ഷെ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന പോലെയല്ല. നീ തന്ന നമ്പർ ഒരു കാർപ്പറ്റ് കമ്പനിയുടേതാണ്. അവരെന്നോട് ചോദിക്കുക എന്നാണ് നിങ്ങളുടെ കാർപ്പറ്റ് ഞങ്ങൾ ക്ലീൻ ചെയ്യാൻ വരേണ്ടതെന്ന്. ഞാൻ അവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം അങ്ങോട്ട് തട്ടിവിട്ടു. വൈറസ് സ്പ്രെഡ് ആവാൻ കാരണം ആർമി ഓഫ് 12 മങ്കീസ് ആണ്. അവർക്ക് ഇവിടെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ എനിക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ, എനിക്ക് ഉടനെ തന്നെ പോകണം. കുറച്ച് വെപ്രാളത്തിലാണ് ഞാൻ അവരോടത് പറഞ്ഞത്. അവർ ശരിക്കും പേടിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അവളിങ്ങനെ വളരെ സന്തോഷത്തോടെ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ കോളിനൊരു ഞെട്ടലാണ് ഉണ്ടാവുന്നത്. കാരണം ഈ വോയിസ് തന്നെയാണ് അവൻ ഫ്യൂച്ചറിൽ ഇരുന്ന് കേട്ടത്. പക്ഷെ ഫ്യൂച്ചറിൽ നിന്ന് കേട്ടപ്പോൾ ആ വോയിസ് അങ്ങനെ ക്ലിയർ അല്ലായിരുന്നു.
അതുകൊണ്ടാണ് അത് ഇവളുടെ വോയിസ് ആണ് എന്ന കാര്യം അവന് മനസ്സിലാവാതിരുന്നത്. അങ്ങനെ സമയം വൈകുന്നേരമായി. ഈ 12 monkeys ഒപ്പം ഒരു വാനും എടുത്തിട്ട് സിറ്റിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവരിപ്പം ജെഫ്രിയുടെ അച്ഛനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഈ സമയം അവർ ആ ബാഗ് തുറന്നിട്ട് അയാളുടെ വായിൽ ഒട്ടിച്ചിരിക്കുന്ന പ്ലാസ്റ്റർ മാറ്റി. എന്നാൽ കണ്ണിലെ പ്ലാസ്റ്റർ മാറ്റിയിട്ടില്ല. ഈ സമയം അയാൾ ഒരു കാര്യം പറയുന്നുണ്ട്. ജെഫ്രി, നീയല്ല എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. നിന്റെ സൗണ്ട് കേട്ടിട്ട് എനിക്ക് മനസ്സിലായി. നിന്റെ പ്ലാൻ എന്താണ് എന്ന കാര്യം ആ ഡോക്ടർ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നീ വിചാരിക്കുന്ന പോലെ എന്നെ പിടിച്ചതുകൊണ്ട് നിനക്ക് ആ വൈറസ് കിട്ടത്തില്ല. ആ വൈറസിലേക്കുള്ള ആക്സസ് എന്റെ കയ്യിലില്ല എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ടു ലേറ്റ് ഡാഡി, ഞങ്ങൾക്ക് വേറെ പ്ലാനുകളാണ് എന്നാണ് അവനതിന് മറുപടി പറയുന്നത്. ഇതേ സമയം തന്നെ റെയിലി കോളിനെയും കൊണ്ട് പോയിരിക്കുന്നത് ഒരു തിയേറ്ററിലേക്കാണ്. അവരവിടെ ഇരുന്നിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പോലീസുകാർ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി അവൾ അവനെ ഒന്ന് മേക്കപ്പ് ചെയ്യുന്നുണ്ട്. അതായത് അവൾ അവനൊരു മീശ കൊട്ടിച്ചു കൊടുക്കുകയാണ്. ഈ സമയം അവൻ അറിയാതെ ഒന്ന് ഉറങ്ങിപ്പോകുന്നുണ്ട്. പിന്നീട് അവൻ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ അവൾ അവനൊരു വിഗും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവളെ അവിടെ കാണുന്നില്ല. അവൻ ഉടനെ തന്നെ ആ തിയേറ്ററിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയത്താണ് അവൾ അവന്റെ അടുത്തേക്ക് വരുന്നത്. എന്നാൽ നേരത്തെ കണ്ട റെയിലിയെ പോലെ അല്ല ഇപ്പോൾ അവൾ ഇരിക്കുന്നത്. അവളുടെ മുടിയിലൊക്കെ അവൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഈ ലുക്കിൽ കാണുമ്പോഴാണ് അവൻ ആ സത്യം തിരിച്ചറിയുന്നത്. അവന്റെ സ്വപ്നങ്ങളിൽ കാണാറുള്ള ഒരു പെണ്ണുണ്ടല്ലോ, ആ വെടിശബ്ദം കേട്ടിട്ട് ഓടി വരുന്നത്, അത് അവൾ തന്നെയായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. സിറ്റിയിൽ ഇപ്പം മൃഗങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. കടുവയും ആനയും അങ്ങനെ കുറെ മൃഗങ്ങളുണ്ട്. മാത്രമല്ല അവിടെ 12 monkeysന്റെ ഒരു എംബ്ലവും പതിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങൾ ചെയ്തതാണ് എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഈ സമയം തന്നെ കോളും റെയിലും കൂടെ ഒരു ടാക്സിയിൽ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ സിറ്റിയിൽ വെച്ചിട്ടാണല്ലോ വൈറസ് സ്പ്രെഡ് ആവാൻ പോകുന്നത്. അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിന്ന് മാറി നിൽക്കാനാണ് അവരുടെ പ്ലാൻ. എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് സിറ്റിയിലൂടെ നടക്കുന്ന മൃഗങ്ങളെ അവർ കാണുന്നുണ്ട്. ഈ സമയത്താണ് അവർക്ക് ആ കാര്യം മനസ്സിലാവുന്നത്. അപ്പൊ ആർമി ഓഫ് 12 monkeys അല്ല ആ വൈറസിനെ സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത്. അവരുടെ ലക്ഷ്യം മൃഗങ്ങളെ തുറന്നുവിടുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ പിന്നെ വേറെ ആരാണ് വൈറസിനെ സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയത്തെ യാത്രയ്ക്ക് ശേഷം അവർ എയർപോർട്ടിലെത്തി. എയർപോർട്ടിനകത്തേക്ക് കയറി കഴിയുമ്പോഴാണ് കോളിന് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. അവൻ സ്വപ്നങ്ങളിൽ കാണാറുള്ള അതേ എയർപോർട്ട് തന്നെയാണത്. ഈ സമയത്താണ് അവൻ വേറൊരു കാര്യം കൂടി തിരിച്ചറിയുന്നത്. അവൻ ഇത്രയും നാളും കണ്ടത് ഒരു സ്വപ്നമായിരുന്നില്ല, അവന്റെ കുട്ടിക്കാലത്ത് നടന്ന യഥാർത്ഥ ഒരു സംഭവമായിരുന്നത്. ആ കാര്യമൊക്കെ അവൻ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. എന്നാൽ അവള് പറയുന്നത് അതൊക്കെ നിന്റെ തോന്നലാണ്, ഒരുപോലത്തെ എത്ര എയർപോർട്ടുകളുണ്ട്, അതുകൊണ്ട് അതൊന്നും ഓർത്തിട്ട് നീ ടെൻഷൻ അടിക്കണ്ട, നീ ഇപ്പൊ ഇവിടെ നിൽക്ക്, ഞാൻ ടിക്കറ്റിന്റെ കാര്യം ഒന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഇമിഗ്രേഷന്റെ അടുത്തേക്ക് പോവാണ്. ഈ സമയം കോള് നേരെ പോകുന്നത് അവിടെ വെച്ചിരിക്കുന്ന ഒരു ബൂത്തിലേക്കാണ്. അവന് ഫ്യൂച്ചറിലേക്ക് മെസ്സേജ് അയക്കേണ്ട ആ നമ്പറിലാണ് അവൻ വിളിക്കുന്നത്. അവൻ പറയുന്നത്, നിങ്ങൾ ഈ കോള് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല, കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ആർമി ഓഫ് 12 monkeys അല്ല ആ വൈറസ് സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത്, അത് വേറെ ആരോ ആണ്. ഇതോടുകൂടെ എന്റെ ജോലി ഇവിടെ അവസാനിക്കുന്നു. ഇനി എന്നെ നിങ്ങൾ തിരിച്ചു വിളിക്കാൻ ശ്രമിക്കരുത്, എനിക്ക് ഈ ലോകത്ത് ജീവിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യാണ്. അങ്ങനെ ഫോൺ കട്ട് ചെയ്തിട്ട് തിരിച്ചു നടക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരുത്തൻ വന്നിട്ട് അവൻ ഇടിക്കുന്നത്. അവനെ കാണുമ്പോൾ കോളി ശരിക്കും ഞെട്ടിപ്പോയി. അതാ ഹോസെ ആയിരുന്നു. അവനിപ്പോ ഫ്യൂച്ചറിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. നീ എങ്ങനെ ഇവിടെ എത്തി എന്നാണ് കോളി വെക്കുന്നത്. അതേക്കുമ്പോ ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്നോ, നീയല്ലേ കുറച്ചു മുമ്പ് മെസ്സേജ് അയച്ചത്, അവർക്കിപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായി, നിന്റെ മേലുള്ള കുറ്റങ്ങളൊക്കെ അവർ ഒഴിവാക്കിയിട്ടുണ്ട്, നീ ഇപ്പൊ ഫ്രീ ആണ്, നമുക്ക് വേഗം തന്നെ തിരിച്ചു പോവാം. പക്ഷെ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒരാജ്ഞയും കൂടെ നമുക്ക് അനുസരിക്കാനുണ്ട്, അതിനുവേണ്ടി നീ ഈ തോക്ക് പിടിക്കി എന്ന് പറഞ്ഞിട്ട് ഹോസെ അവനൊരു തോക്ക് എടുത്തു കൊടുക്കുകയാണ്. പക്ഷെ എന്താ ആജ്ഞയാണ് എന്ന കാര്യം അവൻ പറയുന്നില്ല. ഇതേ സമയം തന്നെ റെയിലി ആണെങ്കിൽ ആ കൗണ്ടറിൽ നിൽക്കുകയാണ്. അതിനിടയിലാണ് അവൾ ഒരാളെ കാണുന്നത്. അതാ ഡോക്ടർ പീറ്റേഴ്സ് ആയിരുന്നു. ഇയാളെ ഇവള് നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ. മാത്രമല്ല അയാൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അവൾ അവിടെ വെച്ചിരിക്കുന്ന ഒരു പത്രം കാണുന്നുണ്ട്. അതിനകത്തുള്ള ഒരു ഫോട്ടോയിൽ ഈ പീറ്റേഴ്സ് ആ ലീലാൻഡ് ഗോയിൻസിന്റെ കൂടെ നിൽക്കുന്നതാണ്. അതിൽ നിന്നും ലീലാൻഡിന്റെ അസിസ്റ്റന്റ് ആണ് ഇയാൾ എന്ന കാര്യമൊക്കെ മനസ്സിലായി. അപ്പൊ ഇയാളാണ് ആ വൈറസ് സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യമൊക്കെ മനസ്സിലായി. അവൾ വേഗം തന്നെ ആ കാര്യം അറിയിക്കാൻ വേണ്ടി കോളിന്റെ അടുത്തേക്ക് പോവാണ്. നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങള്, ഈ വൈറസ് ഇന്ന് തന്നെ ഇവിടെ സ്പ്രെഡ് ആവും. അത് ചെയ്യാൻ പോകുന്നത് ആ ലീലാൻഡിന്റെ അസിസ്റ്റന്റ് ആയ പീറ്റേഴ്സ് ആണ്. ഞാനിപ്പോൾ അയാളെ കണ്ടു, അയാളിപ്പോൾ ആ ഫ്ലൈറ്റിലേക്ക് കയറിയിട്ടുണ്ടാവും, നമുക്ക് ഉടനെ തന്നെ അയാളെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് റെയിലി അവനെയും കൊണ്ട് അവിടെ നിന്ന് ഓടുകയാണ്. ഇതേ സമയം അവിടുത്തെ സെക്യൂരിറ്റീസ് ഒക്കെ ആ പീറ്റേഴ്സിന്റെ ബാഗിലുള്ള സാധനങ്ങൾ സെർച്ച് ചെയ്യാണ്. അവരതിൽ നിന്നൊരു ടെസ്റ്റ് ട്യൂബ് ഒക്കെ എടുക്കുന്നുണ്ട്. ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങളുടെ റിസർച്ച് ആണ് എന്നാണ് അയാൾ പറയുന്നത്. പക്ഷെ അത് പറഞ്ഞത് കൊണ്ടൊന്നും അവരയാളെ വിടുന്നില്ല. അത് തുറന്നു കാണിച്ചു കൊടുക്കണം എന്നാണ് ആ സെക്യൂരിറ്റി പറയുന്നത്. ഓക്കെ, ഞാൻ തുറന്നു തരാമെന്നും പറഞ്ഞിട്ട് അയാൾ അത് മേടിക്കുന്നു. ഇതിനകത്താണ് ആ വൈറസ് ഉള്ളത്. ഇതേ സമയം തന്നെ ആ പാസഞ്ചേഴ്സിന്റെ കൂട്ടത്തിൽ ആ പയ്യൻ വരുന്നുണ്ട്. ഇതാണ് കോളിന്റെ ചെറിയ രൂപം. അവൻ അവന്റെ അച്ഛന്റെ അമ്മേന്റെയും കൂടെ അതിലെങ്ങനെ നടക്കുകയാണ്. ഈ സമയം തന്നെ ആ ഡോക്ടർ പീറ്റേഴ്സ് ആ ടെസ്റ്റ് ട്യൂബ് തുറന്നു. അതിനകത്ത് ചെറിയൊരു ടെസ്റ്റ് ട്യൂബും കൂടെ ഉണ്ടായിരുന്നു. അതിനകത്ത് ആ ചുവന്ന കളറിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നതാണ് ആ വൈറസ്. അത് കാണുമ്പോൾ ഇത് എംറ്റി ആണല്ലോ എന്നാണ് ആ സെക്യൂരിറ്റി ചോദിക്കുന്നത്. ശരിയാ, ഇത് കണ്ടു കഴിഞ്ഞ എംറ്റി ആണ്, എന്നാൽ ഇതിനകത്തുള്ളത് നമുക്ക് കാണാൻ പറ്റാത്ത കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ അത് തുറന്നിട്ട് ആ സെക്യൂരിറ്റിക്ക് ഒന്ന് മണപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവരയാളെ വിടുകയും ചെയ്യുന്നു. ഈ സമയത്താണ് റെയിലിയും കോൾ അയാളെ കാണുന്നത്. അയാളെ കണ്ട ഉടനെ തന്നെ കോൾ ആ തോക്കും എടുത്തിട്ട് അയാളുടെ പുറകെ ഓടാൻ തുടങ്ങി. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും പോലീസുകാരൊക്കെ അങ്ങോട്ട് എത്തി. കോൾ അയാളെ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പോലീസുകാർ കോളിനെ ഷൂട്ട് ചെയ്യാണ്.
അതോടൊപ്പം തന്നെ അവൻ താഴേക്ക് വീഴുകയും ചെയ്തു. ഈ സമയം പീറ്റേഴ്സ് ആണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ഈ സമയമാകുമ്പോഴേക്കും റെയിലി കോളിന്റെ അടുത്തേക്ക് എത്തി. അങ്ങനെ അവളുടെ കൺമുന്നിൽ കിടന്നിട്ട് കോള് മരിച്ചു പോവാണ്. ഇതൊക്കെ നോക്കിക്കൊണ്ട് കോളിന്റെ കുട്ടി രൂപം അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കോള് മരിച്ചു കഴിഞ്ഞപ്പോൾ അവൾ അവിടെ തിരയുന്നത് അവന്റെ ആ ചെറിയ രൂപത്തെയാണ്. അങ്ങനെ അവനെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നു. ഇതേ സമയം തന്നെ ആ ഡോക്ടർ പീറ്റേഴ്സ് ആണെങ്കിൽ അയാളുടെ ഫ്ലൈറ്റിന്റെ ഉള്ളിലെത്തി. അയാളുടെ കൂടെ ഒരു ലേഡി ഇരിക്കുന്നുണ്ട്. ഇവൾ ആ ഫ്യൂച്ചറിലെ സയന്റിസ്റ്റുകളുടെ കൂട്ടത്തിലുള്ളവളാണ്. ജോൺസ് എന്നാണ് ഇവളുടെ പേര്. അവളിപ്പോൾ ടൈം ട്രാവൽ ചെയ്ത് അങ്ങോട്ട് വന്നതാണ്. അവൾ പീറ്റേഴ്സിന്റെ കയ്യിൽ നിന്നും ആ വൈറസിനെ മേടിച്ചു. പക്ഷെ അവൾ ഇതുവരെ അവിടെ ഉണ്ടായ ആ വൈറസ് സ്പ്രെഡ് തടഞ്ഞിട്ടില്ല. അങ്ങനെ അവളെ തടയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അതൊരു പാരഡോക്സിന് കാരണമായേനെ. എന്നാൽ ഈ വൈറസ് കൊണ്ട് അവൾക്കൊരു ഉപയോഗമുണ്ട്. ഇത് വെച്ചിട്ട് ഫ്യൂച്ചറിലെ ആളുകളെ രക്ഷിക്കാൻ പറ്റും. അങ്ങനെ കോളിന്റെ പാരന്റ്സ് അവനെയും കൂട്ടി ആ എയർപോർട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. അവരിപ്പോൾ അവരുടെ കാറിലേക്ക് കയറാണ്. ഈ സമയത്താണ് ആ ഫ്ലൈറ്റ് അവിടെ നിന്ന് പറന്നു വരുന്നത്. അതും നോക്കിക്കൊണ്ട് ആ കാറിന്റെ അകത്തിരിക്കുകയാണ് കോൾ. അങ്ങനെ ചെറിയ കോളിന്റെ മുന്നിൽ വെച്ചിട്ട് വലിയ കോള് മരിച്ചുപോയി. ഇനിയിപ്പോൾ ഇതൊരു ലൂപ്പായിട്ട് തുടരും. ഈ എൻഡിങ് കൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിച്ചത്? ഒരു ടൈം ട്രാവൽ കൊണ്ടൊന്നും നടന്ന സംഭവങ്ങളൊന്നും മാറ്റാൻ പറ്റില്ല എന്നല്ലേ? എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണെങ്കിലും കമന്റ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.